അസ്സലാമു എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൈപ്പിംഗ് ബാഗ് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ 2 വീഡിയോസോളം പൈപ്പിംഗ് ബാഗിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ബട്ടർ പേപ്പർ ചെയ്യുന്നതിൻ്റെ വീഡിയോയും മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് 2 പൈപ്പിംഗ് ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇതുപോലെ ഒന്ന് കോണാക്കി ഒരു പോയിൻ്റ് പിടിച്ചിട്ടൊന്ന് കോണാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു കോൺ രൂപത്തിന് തന്നെ കിട്ടും. ഇനി അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കുക. ആ ഒരു കറക്റ്റ് ഒരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഷേപ്പിനെ നമ്മൾ 2ആയിട്ട്, അതായത് ഹാഫായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൈപ്പിംഗ് ബാഗാണ്. അതും നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് നമുക്ക് നന്നായിട്ട് എഴുതാനോ ഡെക്കറേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പോൾ നമ്മളിതിൽ ഒരു പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എൻഡ് നമ്മൾ ഈ നടുക്കുണ്ടല്ലോ ഒരു കോണിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ കൊണ്ടുവയ്ക്കുക. അതായത് ഒരു കോൺ ഷേപ്പ് വീണ്ടും ചെയ്തെടുക്കണം. എന്നതിന് ശേഷം മറ്റേ എൻഡിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അത് ആ ഒരു പേപ്പറിൻ്റെ ഹാഫ് പോർഷൻ ആയിരിക്കും. എന്നിട്ട് സാധാരണ നമ്മൾ കോണൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ 2 പോയിൻറ്റും മാറാതെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 പോയിൻറ്റും മാറരുത് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പോയിൻ്റ് മാറുമ്പോഴത്തേക്ക് അവിടെ ഹോള് വരും. അപ്പം നമുക്ക് എന്താ വലിയ ഹോളായി കഴിഞ്ഞാൽ പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഇടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഗനാഷൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കോണാക്കിയതിന് ശേഷം ആ ഒരു എൻഡ് ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു 2 പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാതെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ നമുക്കൊന്ന് സെല്ലോ ടേപ്പിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേപ്ലറിൻ്റെയോ ഒന്നും ഹെൽപ്പില്ലാതെ തന്നെ അത് അനങ്ങാണ്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല വളരെ എക്സ്പെൻസീവ് ഒന്നും അല്ല. ബട്ടർ പേപ്പറൊക്കെ വളരെ നിസ്സാരമായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പറിൽ നമുക്ക് ബട്ടർ പേപ്പർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റ് പോയിൻ്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കേക്കിലൊക്കെ നമ്മളിപ്പം വിഷസൊക്കെ എഴുതുമല്ലോ, അപ്പോൾ ഇതുപോലുള്ള പോയിൻറ്റ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് എഴുതുന്നതാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഗനാഷോ ഫില്ല് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ ആ ഒരു അറ്റത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ നോർമലായിട്ട് പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഗ്ലാസ്സിലോ കപ്പിലോ ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ക്രീമാണോ ഗനാഷാണോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാവരും സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട്, ടിപ്സ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.